കഴിഞ്ഞ വർഷം കേരളത്തിലെ 3,10,000 പേരെയാണ് തെരുവുനായ കടിച്ചത്. അതായത് 100 മലയാളികൾ എടുത്താൽ അതിൽ ഒരാളെങ്കിലും പട്ടി കടിച്ചു. പേവിഷബാധയേറ്റും തെരുവുനായയുടെ ആക്രമണത്തിൽപ്പെട്ടും കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ മരിക്കുന്ന വാർത്തകൾ നമ്മളിപ്പോൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാക്സിനേഷൻ ചെയ്തതിന് ശേഷം ആളുകൾ മരിക്കുന്നു. കേരള ഗവൺമെന്റിന്റെ ഡാറ്റ പ്രകാരം 2019 കേരളത്തിൽ 3 ലക്ഷം തെരുവുനായ്ക്കളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ എസ്റ്റിമേറ്റ്സ് പ്രകാരം ആ നമ്പർ ഇപ്പോൾ 10 ലക്ഷത്തിന് മുകളിലാണ്. ഈ നമ്പർ നമുക്ക് കുറയ്ക്കാൻ പറ്റാത്തതിന്റെ കാരണമായിട്ട് കേരള സർക്കാർ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് 2023 കൊണ്ടുവന്ന അനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് ആണ്. 2023 മുമ്പ് വരെ കേരളത്തിലെ തെരുവുനായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുന്നതും സ്റ്റെറിലൈസ് ചെയ്യുന്നതൊക്കെ കുടുംബശ്രീ ആയിരുന്നു. പക്ഷേ ഈ നിയമം വന്നതിന് ശേഷം അനിമൽ വെൽഫെയർ ബോർഡിന്റെ റെക്കഗ്നേഷൻ കിട്ടിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ള സെന്റേഴ്സിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. കേരളത്തിൽ അങ്ങനെ ആകെ 15 സെന്റേഴ്സേ ഉള്ളൂ. കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഫണ്ട് യൂട്ടിലൈസേഷനിൽ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. 2022 ഡാറ്റ പ്രകാരം തെരുവുനായ ശല്യം കുറയ്ക്കാൻ 113.5 കോടി രൂപ അലോട്ട് ചെയ്തതിൽ കേരള ഗവൺമെന്റ് ചെലവാക്കിയത് വെറും 25 കോടി രൂപ മാത്രം. അതുപോലെ തന്നെ പല ലോക്കൽ ബോഡീസും പല കണക്കുകളാണ് ഇങ്ങനെ ചെലവാക്കിയതായിട്ട് കാണിക്കുന്നത്. തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഒരു പട്ടിയെ സ്റ്റെറിലൈസ് ചെയ്യാൻ 2,100 രൂപ ചെലവാക്കിയപ്പോൾ വെറും 5 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള കൊച്ചിൻ കോർപ്പറേഷൻ ചെലവാക്കിയത് 6,450 രൂപയാണ്. അതായത് 3 ഇരട്ടി. ഈ ചെലവുകളൊന്നും ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. തെരുവുനായ ശല്യം ഇത്ര രൂക്ഷമായിട്ട് കൂടി പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, വയനാട് ജില്ലകളിൽ ഒരൊറ്റ നായയെ പോലും കഴിഞ്ഞ വർഷം സർക്കാർ സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ല. വാക്സിൻ എടുത്തതിന് ശേഷം ആളുകൾ മരിക്കുന്നതിനുള്ള കാരണമായിട്ട് ഡോക്ടേഴ്സും ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസും പറയുന്നത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഗോഡൌണിലും ആശുപത്രികളിലും ഈ വാക്സിൻ സൂക്ഷിക്കുന്നതിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലും വരുന്ന വീഴ്ചയാണ്. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസിൽ വരെ സൂക്ഷിക്കേണ്ട ഈ വാക്സിനിൽ ചെറിയൊരു ടെമ്പറേച്ചർ ചേഞ്ച് പോലും അതിന്റെ എഫക്റ്റീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യും. ഈ വിഷയം പലവട്ടം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും QC ഡിപ്പാർട്ട്മെന്റ് വേണ്ടത്ര എഫേർട്ട് എടുത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഹിമാചൽ പ്രദേശിലെ റാബീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ 3 വർഷം 13 തവണയാണ് വാക്സിൻ ടെസ്റ്റ് ചെയ്തത്. എല്ലാ തവണയും വാക്സിൻ എഫക്റ്റീവ് ആണെന്നാണ് കണ്ടെത്തിയത്. അതായത് വാക്സിന്റെ പ്രശ്നമല്ല, സ്റ്റോറേജിലും ഹാൻഡ്ലിംഗിലും വരുന്ന പ്രശ്നമാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഒരൊറ്റ തെരുവുനായ പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് നെതർലാൻഡ്സ്. അതിന് കാരണം അവിടുത്തെ നോ സ്ട്രേ പോളിസിയാണ്. പെറ്റ് ഡോഗ്സിന് പ്രായമായി കഴിയുമ്പോൾ ഓണേഴ്സ് ഇതിനെ തെരുവിൽ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പെറ്റ്സിനും പ്രോപ്പറായിട്ടുള്ള രജിസ്ട്രേഷൻ, ഗവൺമെന്റ് തന്നെ നടത്തുന്ന ഷെൽട്ടർ ഹോംസും പ്രോപ്പറായിട്ടുള്ള വാക്സിനേഷനും സ്റ്റെറിലൈസേഷൻ ഫെസിലിറ്റീസും, പട്ടികളെ വാങ്ങുന്നതിന് പകരം അഡോപ്ഷൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഡോഗ് ടാക്സ്. ഗവൺമെന്റ് എഫേർട്ട് എടുത്താൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ എക്സാമ്പിളാണ് നെതർലാൻഡ്. ആളുകൾ മരിക്കുമ്പോൾ മാത്രം ഈ വിഷയം ഒരു വാർത്തയാകും, ചർച്ചയാകും, പിന്നെ എല്ലാവരും ഇത് മറക്കും. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കലാണ് ഒരു സർക്കാരിൻ്റെ ആദ്യത്തെ ജോലി. അത് ചെയ്യാൻ പറ്റാത്തപ്പോൾ പരസ്പരം കുറ്റം പറയുന്നതിന് പകരം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്.